അമ്മ തിരക്ക് പിടിക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ ഇന്ന് ഏടത്തേമ്മയുടെ വീട്ടിലേക്ക് പോകട്ടെ. ഞാൻ വെക്കേഷനായിട്ട് എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോകും. ചിലപ്പോൾ നല്ല മടിയായിരിക്കും. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഞങ്ങൾ ഏടത്തേമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഏടത്തേമ്മയുടെ പുതിയ വീട്ടുണ്ടാക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് അവിടേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ കരുതി. അങ്ങനെ ഞങ്ങൾ കടയിൽ കയറിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഓട്ടോയിൽ പോവാണ്. കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ആ ഒരു ക്യൂ പോലത്തെ മിഠായി. സാധാരണ അതിനൊരു ടോണിക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി ചായക്ക് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഏടത്തേമ്മയുടെ അമ്മ നല്ല പഴുത്ത മാങ്ങയൊക്കെ ചെത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മർത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ചു. ഈ പശുവിൻ്റെ പ്രസവം എടുത്തിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞ പ്രസവിക്കും. ജിബ്രു. പശുവിന്റെ പട്ടശു നോക്കടാ. ഇത് ഏടത്തേമ്മയുടെ വീട്ടിൻ്റെ അടുത്തുള്ള പാടാട്ടോ. അപ്പോൾ പാടത്തിൻ്റെ അവിടേക്ക് ഇനി വെറുതെ വന്നതാണ്. കൂടുതലെങ്കിൽ എനിക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ അത്രയേ ഉള്ളൂ ഉദ്ദേശം. അപ്പോൾ പൊന്നാങ്കണ്ണീൻ്റെ ചീര കണ്ടപ്പോൾ പറിച്ചാലോ എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ കുറേ പറിച്ചെടുക്കണ്ട. അപ്പോൾ മടിയായപ്പോൾ അവിടെ ഇട്ട്. ഇത് ഞാവൽപ്പഴത്തിൽ ഞാവൽപ്പഴം ഉണ്ടായിട്ടുണ്ട്. കുടും കിലും ഒക്കെ ഞാവൽപ്പഴം നമ്മളിങ്ങനെ വെച്ച് വെക്കുന്ന വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല മറ്റൊന്ന് വാങ്ങി കഴിച്ചിട്ടില്ല. പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്ന പാടാട്ടോ. മഴ ഇത് നിറച്ച് വെള്ളം നിറച്ചു. ഞാൻ ഒരു ഞാവൽപ്പഴമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച തപ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു ചെറിയൊരു ഇത് കിട്ടിയിട്ടാണ്. ഒറ്റ പഴം മാത്രം കയ്യെത്തിച്ച് പിടിക്കാവുന്ന വലിപ്പത്തിൽ കിട്ടി. ബാക്കി തല്ലി കൊഴിച്ച് കഴിഞ്ഞാൽ താഴെ പാടത്ത് ചള്ളിയാണ്, അങ്ങോട്ടാ വിടുക. പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് കഴിഞ്ഞിട്ട് കഴിച്ചോന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കുറേ നേരം നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നപ്പോഴേക്കും ഏടത്തേമ്മയുടെ അമ്മ നല്ല സൂപ്പർ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ സലാഡും അച്ചാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇത് അങ്ങനെ ഉമ്മർത്ത് കുറേ നേരം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയിലൊക്കെ പോയി നോക്കി കുറേ വർത്താനൊക്കെ പറഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഏടത്തേമ്മയുടെ 5 നമുക്ക് കേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ചായ കുടിച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.